ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. നാരായണീയം ദശകം 3-ലെ 9-ാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കുന്നത്. ഭക്തിയെക്കുറിച്ചും അതിൻ്റെ മാഹാത്മ്യവും അതുപോലെ ഭഗവത് രൂപം അത് മനസ്സിലുറപ്പിക്കേണ്ട ആവശ്യം ഒക്കെ നമുക്ക് മേൽപ്പത്തൂർ പറഞ്ഞു തരുന്നു. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു. അപ്പം നമുക്ക് ആ ഒരു ശ്ലോകം നോക്കാം. ദശകം 3 ശ്ലോകം 9. ഗുരുഭ്യോ നമ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. മരുദ്ഗേഹാദീശാ ത്വയി ഖലു പരാഞ്ജോപി സുഖിനോ ഭവത് സ്നേഹി സോഹം സുബഹു പരിതപ്യേ ജഗമിദം അകീർത്തിസ്തേ മാഭൂത് വരദഗതഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തം സംഛടിതി കുരുമാം കംസദമന. ഈ ശ്ലോകം ഒരിക്കൽ കൂടെ നമുക്ക് ചൊല്ലി നോക്കാം. ശ്ലോകം 9 ദശകം 3 നാരായണീയം. മരുദ്ഗേഹാദീശാ ത്വയി ഖലു പരഞ്ജോപി സുഖിനോ ഭവത് സ്നേഹി സോഹം സുബഹു പരിതപ്യേ ജഗമിദം അകീർത്തിസ്തേ മാഭൂത് വരദ ഗതഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തം സംഛടിതി കുരുമാം കംസദമന. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞു തരുന്നത് ഭഗവാനിൽ പരാങ്മുഖരാവുക എങ്കിൽ പോലും സുഖികളായിരിക്കുന്നു. അവർ പോലും സുഖികളായിരിക്കുന്നു. അന്ന് വിമുഖതയുള്ളവരെന്ന് പറയില്ല. അല്ലെങ്കിൽ ഭക്തരല്ലാത്തവർക്ക് പോലും ഒരുപാട് സുഖം അനുഭവിച്ച് ഈ ലോകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അവർ പോലും സുഖികളായിരിക്കുന്നു. എന്നാൽ ഭഗവാനെ സ്നേഹിക്കുന്നവനായ ഞാൻ എന്ന് പറയുന്ന മേൽപ്പത്തൂർ വളരെ പരിതപിക്കുകയും വാതരോഗത്താൽ കഠിനമായ വേദന സഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് പറയുന്നു, വരദനും കംസധമനുമായ ഭഗവാന് അകീർത്തി ഉണ്ടാകരുത്. കാരണം ഞാനിങ്ങനെ ഇത്രയും ഭഗവാനെ ഭജിക്കുകയും ഉപാസിക്കുകയും ചെയ്തിട്ട് പോലും എനിക്ക് ഇത്രയും കഠിനമായ വാതരോഗ പീഡ എന്നൊക്കെ പറയുമ്പോൾ അത് ഭഗവാന് അകീർത്തി ഉണ്ടാക്കും. അതുകൊണ്ട് ഭഗവാനെ അകീർത്തി ഉണ്ടാക്കരുത്. എൻ്റെ രോഗഭാരത്തെ കുറച്ചിട്ട് ഗുരുവായൂരപ്പ ഭക്തോത്തംസമാക്കി തീർക്കണമേ എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ആ ഒരു പ്രാർത്ഥനയുടെ രൂപത്തിൽ തന്നെയാണ് ഈ ഒരു ശ്ലോകം. അതായത് ഇതുവരെ അങ്ങനെ വാതരോഗത്തിൻ്റെ ആ ഒരു കഠിനതയൊന്നും അത്രയ്ക്ക് നമുക്ക് പറഞ്ഞു തന്നില്ല. പക്ഷേ ഇപ്പം ഇത്തിരി രോഗം പിന്നെ ചിലപ്പോൾ അധികമായ ഒരു അവസ്ഥയിലാണോ പിന്നെ ഇത് രചിച്ചത് എന്നറിയില്ല. അതുകൊണ്ടാണ് ആ ഒരു കാര്യം ഇവിടെ എടുത്ത് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള പല ശ്ലോകങ്ങളിലും വാതരോഗത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വാക്കുകളൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഹേ മരുദ്ഗേഹാദീശ. ഗുരുവായൂരപ്പ എന്നാണ് ആ ഒരു അഭിസംബോധനയുടെ അർത്ഥം. ശരീരത്തിന് അധിപൻ, അതാണ് ഗേഹ അധീശ. ശരീരത്തിന് അധിപനായിട്ടുള്ള, നമ്മുടെ ശരീരത്തിൻ്റെ അധിപൻ ഭഗവാനാണ്, അല്ലയോ വിഷ്ണു ഭഗവാനെ. ത്വയി പരാഞ്ജോപി. ഭഗവാനിൽ വിമുഖരായവർ പോലും. പരാഞ്ച അഭി എങ്കിൽ പോലും എന്നുള്ള അർത്ഥം. പരാങ്മുഖത്വം അത് അത്രയ്ക്കും എല്ലാവർക്കും ഒരുപോലെയല്ല. ഇപ്പോൾ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവാനിലേക്കുള്ള ആ ഒരു വിമുഖതയുള്ളവരുണ്ടാവും, കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ടാവും, കൂടുതൽ ഉപാസിക്കുന്നവരുണ്ടാവും. പലതരത്തിലാണല്ലോ ആളുകൾ. അപ്പോൾ സുഖിന ഖലു, എന്നിട്ട് ആ വിമുഖതയുള്ളവർ പോലും ഈ ലോകത്ത് വളരെ സുഖികളായിട്ട് സഞ്ചരിക്കുന്നു, സുഖികളായിരിക്കുന്നുവല്ലോ. ഭവത് സ്നേഹി സ അഹം. എന്നാൽ ഭവത് സ്നേഹി, അങ്ങേ സ്നേഹിക്കുന്ന സഹ അഹം ഞാൻ, ഞാനായിട്ടുള്ള ഈ ഞാൻ എന്ന് പറയുന്നു. ഭവത് സ്നേഹി സ അഹം എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് അല്ലെങ്കിൽ ഭഗവാനെ സ്നേഹിക്കുന്നവനായ ഞാൻ സുബഹു പരിതപ്യേജ. സുബഹു വളരെയധികം തന്നെ, പരിതപ്യേ വളരെയധികം പരിതപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വാക്കുകളൊന്നും നമുക്ക് ശരിക്കും അതിനൊന്ന് അന്വയം എന്ന് പറയും. അങ്ങനെ മുറിച്ച് ആ ഒരു വലിയ വാക്കിനെ നമുക്ക് മുറിച്ചെടുത്ത് നോക്കിയാൽ അത് ശരിക്കും ആ അർത്ഥം കുറച്ചുകൂടെ ക്ലിയർ ആവും. സുബഹു പരിതപ്യേജ. സുബഹു വളരെ പരിതപിക്കുകയും തന്നെ. ആൻഡ് എന്നുള്ള അർത്ഥമാണ് ചെയ്യുന്നു. ഇതം കിം, ഇതെന്താണ്, ഇത് കിം എന്താണ്.
വരം നൽകുന്നവനായിട്ടുള്ള ഭഗവാൻ. ഇതെന്താണ് ഇങ്ങനെ? സുഖികളായിട്ട് ഭക്തിയില്ലാത്തവർ, ഭഗവാനെ പ്രാർത്ഥിക്കാത്തവരൊക്കെ സുഖികളായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഇതെന്താണ് ഭഗവാനെ ഇങ്ങനെ? കംസദമന, കംസനെ അടക്കിയവനെ. അപ്പോൾ കംസൻ്റെ ധമം, അഹങ്കാരത്തെ അടക്കിയ ഭഗവാനാണല്ലേ. കംസനെ അവസാനം വളരെ നിഷ്പ്രയാസം ഭഗവാൻ വധിക്കുന്നത് നമ്മൾ ഭഗവാന്റെ കഥകളിലെ ലീലകളിൽ കാണാം. അപ്പോൾ ഇവിടെ തേ അകീർത്തി മാ അഭൂത്, തേ അങ്ങക്ക് ഭഗവാന് അകീർത്തി മാ അഭൂത്, അഭൂത് ഉണ്ടാക്കുക, മാ അരുത് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ മാ അഭൂത് ഉണ്ടാക്കരുത്. അങ്ങക്ക് ഈ ഒരു കാര്യം കൊണ്ട് ഭഗവാൻ അകീർത്തി ഉണ്ടാവരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭക്തി ഇല്ലാത്തവർക്ക് പോലും നല്ല സുഖങ്ങൾ കൊടുക്കുന്നു, ഭക്തരായവർ കഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അകീർത്തി ഭഗവാനെ അങ്ങക്ക് ഉണ്ടാകരുത് എന്ന് പറയുന്നു. ഗതഭാരം പ്രശമയൻ, രോഗത്തിൻ്റെ ഭാരം കുറച്ചിട്ട്, മാം ഝടിതി, മാം എന്നെ, ഝടിതി വേഗം തന്നെ, ഭവത് ഭക്തോത്തംസം, ഭഗവാന്റെ ഭക്തന്മാരിൽ ഉത്തമൻ, ഭക്തോത്തംസം, ഭക്തരിൽ ഉത്തമൻ, ശ്രേഷ്ഠൻ ആക്കി തീർക്കണമേ. കുരു ആ ഒരു കാര്യം ചെയ്യണേ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ പറയുന്ന മാം ഝടിതി ഭവത് ഭക്തോത്തംസം എന്ന് പറഞ്ഞാൽ മാം എന്നെ, ഝടിതി വേഗത്തിൽ, ഭവത് ഭക്തോത്തംസം ഭഗവാന്റെ ഭക്തന്മാരിൽ ഉത്തമനാക്കി തീർക്കണമെന്ന്. അങ്ങനൊരു പ്രാർത്ഥനയുടെ രൂപത്തിലാണ് ഈ ഒരു ശ്ലോകം തന്നെ ഉള്ളത്. അപ്പം നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ഇങ്ങനെ ആയിരിക്കണം. കാരണം ഈ ഒരു ലോകത്ത് ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ വേണ്ടത്. അപ്പോൾ ഭക്തിയോഗത്തിന് കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ഉള്ള ശ്രേഷ്ഠതയൊക്കെ ഇത് മുമ്പ് പറഞ്ഞു. അപ്പോൾ ഭട്ടതിരിപ്പാടിന് ശരീരത്തിൻ്റെ വേദന വർദ്ധിച്ചിരിക്കണം. അതുകൊണ്ടാണ് ആ കഠിനമായ വേദന ഉണ്ടായപ്പോൾ തന്നെ ഒരു ചർച്ച പോലെയാണ്. ആ തത്വചർച്ചയൊക്കെ അവിടെ നിർത്തി വെച്ചിട്ട് ഈ വേദനയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും നേരം ശരീരവേദനയെക്കുറിച്ച് മേൽപ്പത്തൂർ നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇതുവരെ തത്വങ്ങൾ പറഞ്ഞു, പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നിർത്തി വെച്ചുകൊണ്ട് പറയുന്നു, പിന്നെ സംബോധന ചെയ്യുന്നു. ഗേഹാദീശ എന്നാണ് ഇവിടെ ഗുരുവായൂരപ്പനെ വിളിക്കുന്നത്. വാതരോഗം കടന്ന് കീഴ്പ്പെടുത്തിയിരിക്കുന്ന ഈ ശരീരത്തിന് ഭഗവാൻ തന്നെ ആണ് അധീശൻ. അപ്പോൾ ഈ ശരീരത്തിൻ്റെ അധീശൻ, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ അധീശൻ ആരാണെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പനാണ്. അപ്പോൾ ആ വായു പ്രവഹിക്കുന്ന ആ ഭഗവാനുള്ള ആ ഒരു ശരീരത്തിൻ്റെ അധീശൻ ഭഗവാനാണ്. എന്നിട്ടും എനിക്കിതാണോ അനുഭവം എന്ന് ചോദിക്കുന്നു. ഭഗവാൻ വരദനല്ലേ, വരദ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരദൻ, വരത്തെ ദാനം ചെയ്യുന്ന ഭഗവാൻ, ഏവർക്കും വരം കൊടുക്കുന്ന ഭഗവാൻ എൻ്റെ വേദന മാറ്റേണ്ടതല്ലേ? അപ്പോൾ ഭഗവാൻ കംസദമനല്ലേ എന്ന് പറഞ്ഞു. കംസൻ്റെ പോലും അഹങ്കാരത്തെ ഇല്ലാതെയാക്കിയ ഭഗവാൻ, ലോകത്തിൻ്റെ ഭാരമായി തീർന്ന കംസനെ അടക്കിയ അവിടത്തേക്ക് എൻ്റെ ഈ നിസ്സാര രോഗം വളരെ എളുപ്പം മാറ്റാമല്ലോ, ഇത് വളരെ പ്രയാസം, ഇതിന് വല്ല വിഷമമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഭഗവാനുമായിട്ടൊരു എന്താ പറയുക, ഇങ്ങനെ സംസാരിക്കുന്ന പോലെ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുകയോ ദർശിക്കുകയോ കഥ കേൾക്കുകയോ ചെയ്യാത്ത എത്രയോ പേര് സുഖമായിട്ട് ഈ ലോകത്തിൽ കഴിയുന്നു. ഞാൻ എന്നാൽ ഇത്രയും ഭഗവാന്റെ കഥകൾ പറയുന്നു, പാടുന്നു, എന്നിട്ട് എനിക്ക് പിന്നെ ദുഃഖവും അപ്പോൾ ഇത് തരുമ്പോൾ ഇത് മറ്റുള്ളവർ പിന്നെ അങ്ങേക്ക് തന്നെ അകീർത്തി ഉണ്ടാവും. അപ്പോൾ അങ്ങേക്ക് അതിലൂടെ അകീർത്തി ഉണ്ടാവാൻ പാടില്ല. എൻ്റെ വേദന ഞാൻ സഹിക്കാം, അവിടത്തേക്ക് അകീർത്തി ഉണ്ടാക്കരുത്, എൻ്റെ രോഗഭാരം ശമിപ്പിക്കണേ. അപ്പോൾ വേദനയില്ലാത്ത ആ ഒരു ശരീരം കൊണ്ട് എനിക്ക് ഭഗവാനെ ഭജിക്കാനുള്ള അവസരം തന്ന് അനുഗ്രഹിക്കണമേ എന്നും കൂടെ പറയുന്നു. അപ്പോൾ ഈ പ്രാർത്ഥന അതൊരു പ്രാർത്ഥനാ രൂപത്തിലാണ് ഈ ശ്ലോകം. അപ്പം നമുക്ക് തോന്നാം ഇതെന്തൊരു പ്രാകൃതമായിട്ടുള്ള ഒരു പ്രാർത്ഥനയല്ലേ എന്നൊക്കെ തോന്നാം. കാരണം ഭഗവാനിലോട് പരാങ്മുഖരായിട്ടുള്ളവർ സുഖം അനുഭവിക്കുന്നു, ഞാനിങ്ങനെ എപ്പോഴും
എന്നൊക്കെ പറയുമ്പോൾ അത് അപ്പം നമുക്ക് വേറൊരു ചിന്ത വരാം. ഈ ഭഗവാനിൽ പിന്നെ അവരെ അധികം വിശ്വസിക്കാത്തവർ സുഖം അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അവരോട് ശരിക്കും സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം നമ്മെ അത്ഭുതപ്പെടുത്തുമെന്ന് ഇവിടെ മേൽപ്പത്തൂർ പറയുന്നു. അതായത് ഓരോരുത്തരും സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ കർമ്മഫലമായിരിക്കും അവർക്ക് സുഖത്തിൻ്റെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ടാവുക. എന്നാൽ ആ സുഖം അനുഭവിക്കുന്നവർ ശരിക്കും പരമാനന്ദം അനുഭവിക്കുന്നുണ്ടോ? അങ്ങനെ നമുക്ക് ഒരു സംശയം തോന്നാം. അപ്പോൾ ആ പരമാനന്ദം അനുഭവിക്കുന്നവരല്ല യഥാർത്ഥത്തിൽ സുഖികളായിട്ട് നമ്മുടെ ചുറ്റും കാണുന്നവർ. അപ്പോൾ എന്ത് ദുഃഖമുണ്ടായാലും പിന്നെ നമ്മൾ പറയും സുഖമാണ് അവർക്ക് എന്ന് നമുക്ക് തോന്നുമ്പോഴും അവരുടെ ഉള്ളിലേക്ക് നോക്കിയാൽ ചിലപ്പോൾ അവർക്ക് അതൃപ്തിയും സന്തോഷമില്ലായ്മയും വിഷമങ്ങളും ഉണ്ടാവും. പക്ഷേ നമുക്കത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ അറിയുന്ന ആളാണ് ഭട്ടതിരിപ്പാട്. അപ്പോൾ സുഖമാണെന്ന് വിചാരിക്കുന്നവർക്കും യഥാർത്ഥത്തിലുള്ള സുഖം ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അത് കാഴ്ചയ്ക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കും. അപ്പോൾ എന്ത് ദുഃഖമുണ്ടായാലും ഭഗവാന്റെ പാദങ്ങളിലുള്ള ആ ഭക്തി ഉപേക്ഷിക്കുകയില്ല എന്ന് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ ഭട്ടതിരിപ്പാട് നമ്മളോട് പറയുന്നു. അപ്പോൾ ഭഗവാന്റെ പാദങ്ങളാണ് എല്ലാത്തിനും ആശ്രയം എന്നും ഈ ഒരു ശ്ലോകം വഴി നമുക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഭട്ടതിരിപ്പാട് എന്ന മഹാഗുരുവിനെ പ്രണമിച്ചുകൊണ്ട് ഈ ശ്ലോകം ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അപ്പോൾ ശ്ലോകം ഒരിക്കൽ കൂടെ ചൊല്ലാം. ശ്ലോകം 9, ദശകം 3, ശ്ലോകം 9 നാരായണീയം. മരുദ്ഗേഹാദീശ ത്വയി ഖലു പരാഞ്ജോബി സുഖിനോ ഭവത് സ്നേഹി സോഹം സുബഹു പരിതപ്യേ ജഗിമിതം അകീർത്തിസ്തേ മാഭൂദ്വരദ ഗതഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തം സഞ്ചടതി ഗുരുമാം കംസധമനാം. അപ്പോൾ പറഞ്ഞത് ഭഗവാനെ പരാങ്മുഖരായിട്ട് ഇരിക്കുന്നവർ, ഭക്തി ഇല്ലാത്തവർക്ക് പോലും സുഖം നൽകുന്ന ഭഗവാനെ, ആ ഭഗവാനെ സ്നേഹിക്കുന്നവനായിട്ടുള്ള മേൽപ്പത്തൂർ അനുഭവിക്കുന്ന ആ ശരീരക്ലേശം എന്തുകൊണ്ടാണ്? വരദനായിട്ടുള്ള ഭഗവാനെ, വരങ്ങൾ നൽകുന്ന ഭഗവാനെ, കംസൻ്റെ അഹങ്കാരത്തെ നശിപ്പിച്ച ഭഗവാനെ, അങ്ങേക്ക് അകീർത്തി ഉണ്ടാവരുത്. അതുകൊണ്ട് എൻ്റെ രോഗഭാരത്തെക്കുറിച്ച്, എൻ്റെ രോഗഭാരം അല്ലെങ്കിൽ രോഗത്തെ ശമിപ്പിച്ച് എനിക്ക് ഭഗവാനെ എന്നെ അങ്ങ് ഭക്തന്മാരിൽ ശ്രേഷ്ഠനാക്കി തീർക്കണേ എന്നൊരു അപേക്ഷയുമാണ്, ഒരു പ്രാർത്ഥനയുമാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു, മേൽപ്പത്തൂരിന് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൂടെ ഇപ്പോൾ യൂട്യൂബ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോ എത്താൻ അത് സഹായിക്കും. അതുകൊണ്ട് ഹൈപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഈ വീഡിയോയുടെ താഴെ ആ കമൻറ്റിൻ്റെ സൈഡിൽ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്താൽ കിട്ടും. അത് ഉണ്ടെങ്കിൽ അവിടെ ഹൈപ്പ് ചെയ്യുക. അപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ നിങ്ങൾക്ക് പ്രസ് ചെയ്ത് ഹൈപ്പ് ചെയ്യാം. അപ്പോൾ അതും ചാനൽ ഷെയർ ചെയ്യുന്നതിന് സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഹരേ കൃഷ്ണ.